ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 ഓയിലർ ടൂൾസ് ആൻഡ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ. അതിൽ ഫസ്റ്റ് 3.1 ഓയിലർ ടൂൾസ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഓയിലർ ട്രയൽ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണെന്നാണ്. അതിന് തൊട്ട് മുന്നേ നമ്മൾ റീകോൾ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു ഒരു ട്രയൽ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഒരു വാക്കിനെ എപ്പോഴാണ് നമ്മൾ ട്രയൽ എന്ന് പറഞ്ഞു തരുന്നത്? ആ വാക്കിലെ എല്ലാ എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വാക്കിനെ ട്രയൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെടുക്കുന്ന ട്രയൽ ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും വരണം നിർബന്ധമില്ല, ചില എഡ്ജസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. എന്നാൽ ആ എടുക്കുന്ന ട്രയലിൽ ഗ്രാഫിലെ എല്ലാ എഡ്ജസും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ട്രയലിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓയിലർ ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ നോക്കാം. എ ട്രയൽ ഇൻ ജി ഈസ് കോൾഡ് എൻ ഓയിലർ ട്രയൽ ഇഫ് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി എഡ്ജസ് ഓഫ് ജി. എല്ലാ എഡ്ജസും ജിയിലെ എല്ലാ എഡ്ജസും ആ ട്രയൽ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ട്രയലിനെ ഓയിലർ ട്രയൽ എന്ന് പറയും. Thus, a trial is Euler if each edge of G is in the trial exactly once. എന്താ പറയുക? ട്രയൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, അതായത് ഒരു തവണ മാത്രമേ എല്ലാ എഡ്ജസും ഉണ്ടാവാൻ പാടുള്ളൂ. ഓയിലർ ട്രയൽ ആകുമ്പോൾ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം, അവരൊക്കെ ഒരു തവണ മാത്രമേ വരാനായിട്ട് ട്രയലിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തത് എന്താണ് ടൂർ എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്? എ ടൂർ ഓഫ് ജി ഈസ് എ ക്ലോസ്ഡ് വാക്ക് ഓഫ് ജി വിച്ച് ഇൻക്ലൂഡ്സ് എവറി എഡ്ജസ് ഓഫ് ജി അറ്റ്ലീസ്റ്റ് വൺസ്. ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വാക്കാണ്. ഒരു വാക്ക് എപ്പോഴാണ് ക്ലോസ്ഡ് ആണെന്ന് പറയുക? ആ വാക്കിൻ്റെ ഒറിജിനും ടെർമിനസും സെയിം ആയി വരാണെങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് പറയും. സോ ആ ക്ലോസ്ഡ് വാക്ക് ടൂർ ആവണമെങ്കിൽ ആ വാക്കിൽ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം. ഒരു തവണ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും ആ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഒരു തവണയെങ്കിലും അതിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ക്ലോസ്ഡ് വാക്കിനെ ടൂർ എന്ന് പറയും. അങ്ങനെയെങ്കിൽ അടുത്തത് ഓയിലർ ടൂറിൻ്റെ ഡെഫിനേഷനാണ്. അവിടെ പറയുന്നത് എത്രമാത്രമാണ്? ആ ക്ലോസ്ഡ് വാക്ക് ഒരു ഓയിലർ ടൂർ ആവണമെങ്കിൽ ആ വാക്കിൽ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ്, അതായത് ഒരു തവണ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമ്മളെടുക്കുന്ന ക്ലോസ്ഡ് വാക്കിലെ എല്ലാ എഡ്ജസും ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും അതിലുണ്ടായിരിക്കണം. ഒപ്പം തന്നെ അവർ ഒരു തവണ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിന് വേറെ രീതിയിലും പറയാം. ആ ഓയിലർ ടൂർ എന്ന് പറയുന്നത് വേണമെങ്കിൽ ക്ലോസ്ഡ് ഓയിലർ ട്രയൽ എന്നുകൂടെ പറയും. ഓയിലർ ട്രയലിൽ എന്തായിരുന്നു പറഞ്ഞത്? ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഒരു തവണ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ട്രയൽ ആയിരിക്കണം, ഒപ്പം തന്നെ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം. ആ ട്രയൽ എടുക്കുന്ന ആ ഓയിലർ ട്രയൽ എന്ന് പറയുന്നതിൻ്റെ ഒറിജിനും ടെർമിനസും സെയിം ആയി വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ഓയിലർ ടൂറായിട്ട് മാറും. അപ്പോൾ ഓയിലർ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രയൽ ആയിരിക്കണം, ആ ട്രയൽ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ അത് ആ എല്ലാ എഡ്ജസും ഒരു തവണ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഒരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്, അത് ക്ലോസ്ഡ് ആയിരിക്കണം, അതായത് ഒറിജിനും ടെർമിനസും സെയിം ആയിരിക്കണം. ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ട്രയൽ എന്തായി മാറും? ഓയിലർ ട്രയലായിട്ട് മാറും. ഇനി അടുത്തത് വേറൊരു ഡെഫിനേഷനാണ്. എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ഓയിലേറിയൻ ഓർ ഓയിലർ ഇഫ് ഇറ്റ് ഹാസ് ആൻ ഓയിലർ ടൂർ. ഒരു ഗ്രാഫിന് ഓയിലേറിയൻ അല്ലെങ്കിൽ ഓയിലർ എന്ന് പറയണമെങ്കിൽ എന്താണ്? ആ ഗ്രാഫിൽ ഒരു ഓയിലർ ടൂർ ഉണ്ടായിരിക്കണം. അപ്പോൾ താഴെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ 3.1. അതിൽ ഗ്രാഫ് G1 നോക്കാം. ആ ഗ്രാഫ് G1ൽ എന്തുണ്ട്? ഒരു ഓയിലർ ട്രയൽ ഉണ്ട്. G2 എന്ന് പറയുന്നത് ഒരു ഓയിലർ ഗ്രാഫാണ്. അതായത് G1ൽ ഒരു ഓയിലർ ടൂർ ഇല്ലാത്തതുകൊണ്ട് ആ ഗ്രാഫ് എന്താവുന്നില്ല? ഒരു ഓയിലർ ഗ്രാഫ് ആവുന്നില്ല. എന്നാൽ G2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓയിലർ ഗ്രാഫിന് എക്സാമ്പിളാണ്. ആ ഓയിലർ ട്രയൽ ഏതാണെന്ന് അവർ താഴെ കൊടുത്തിട്ടുണ്ട്. G1ലെ ഓയിലർ ട്രയൽ എന്ന് പറയുന്നത് E1, E2, E3 എക്സെട്ര E9, E10 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഓയിലർ ട്രയൽ. G1ലെ ഓയിലർ ട്രയൽ എന്ന് പറയുന്നത്. G2ലെ നമ്മൾ പറഞ്ഞത് ഓയിലർ ഗ്രാഫാണ്, അതുകൊണ്ട് ആ ഗ്രാഫിൽ ഓയിലർ ടൂർ ഉണ്ടായിരിക്കും. ആ ടൂർ ഏതാണ്? E1, E2, E3, E4 എക്സെട്ര E11, E12. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഗ്രാഫ് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാഫ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഉണ്ടായത് ഈ ഒരു
വഴിയാണെന്നാണ് പറയുന്നത്. ഈ പ്രോബ്ലത്തിൻ്റെ പേരാണ് കൊഹിൻസ്ബർഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് കൊഹിൻസ്ബർഗ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കൂടെ ഒരു പെർഗൽ എന്ന് പറയുന്ന റിവർ ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റിവർ ആ പ്രദേശത്ത് ഇങ്ങനെ ABCD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഫിഗറിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ 4 പാർട്ടായിട്ട് ആ പ്രദേശത്ത് തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം നിങ്ങൾ, അവിടെ 7 ബ്രിഡ്ജസും കൂടെ കൊടുത്തിട്ടുണ്ട്. Aയും Cയും കണക്ട് ചെയ്യുന്ന രീതിയിൽ 2 ബ്രിഡ്ജസ് ഉണ്ട്. Aയും Bയും കണക്ട് ചെയ്യുന്ന രീതിയിൽ 2 ബ്രിഡ്ജസ് ഉണ്ട്. Aയും Dയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. Dയും Cയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. Dയും Bയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം മുഴുവൻ ചുറ്റിക്കറങ്ങണം. ഓക്കെ, കൊഹിൻസ്ബർഗ് എന്ന് പറയുന്ന ഈ സ്ഥലം മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. എന്നാൽ നമ്മൾ ചുറ്റിക്കറങ്ങുമ്പോൾ എന്തായാലും ഈ ബ്രിഡ്ജസൊക്കെ ക്രോസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ Cയുടെ അവിടെ നിന്ന് A കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രിഡ്ജ്, അതിൽ നമുക്ക് അറിയാം 2 ബ്രിഡ്ജ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരാളെ ക്രോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങണം. എന്നാൽ ഈ ബ്രിഡ്ജസിൽ കൂടെ നമുക്ക് ഒരു തവണ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ എല്ലാ ബ്രിഡ്ജസും നമ്മൾ യൂസ് ചെയ്യും വേണം. എന്നാൽ നമ്മൾ ആ ബ്രിഡ്ജസ് കൂടെ പോകുമ്പോൾ ഒരു തവണ മാത്രമേ ആ ബ്രിഡ്ജസ് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ എല്ലാ ബ്രിഡ്ജസിൽ കൂടെ ഒരു തവണ പാസ് ചെയ്ത് ഈ പ്രദേശം മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കൊഹിൻസ്ബർഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കുറേ പേരൊക്കെ ഇത് ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷേ ആർക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം ഒരു സ്വിസ് മാത്തമാറ്റീഷ്യൻ ലിയോനാർഡ് ഓയിലറാണ് ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പ്രോബ്ലത്തെ ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ഗ്രാഫ് തിയറിയിൽ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, നമ്മൾ ABCD എന്ന് പറയുന്ന ആ സ്പോട്ടുകളെ ഇവിടെ വേർട്ടിസസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാഫിലെ ഓരോ എഡ്ജസ് എന്ന് പറയുന്നത് ഓരോ ബ്രിഡ്ജുകളാണ്. 7 ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിവിടെ എന്ത് കിട്ടും? ഓരോ എഡ്ജസും ഓരോ ബ്രിഡ്ജിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എല്ലാ എഡ്ജസിൽ കൂടെ പാസ് ചെയ്യും വേണം. എന്നാൽ എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ഗ്രാഫിന് ഒരു ഓയിലർ ട്രയൽ ഉണ്ടോ എന്നാണ് ആ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഗ്രാഫിന് ഓയിലർ ട്രയൽ ഉണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം. നമുക്ക് കിട്ടും ഈ ഗ്രാഫിൻ്റെ ഓയിലർ ട്രയൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസ് അടുത്ത ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു റീസൺ വേണമെങ്കിൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തണമെങ്കിൽ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വെർട്ടെക്സിനെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു, ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തണം. അങ്ങനെയെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഇവൺ നമ്പർ ആയിരിക്കണം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് വേറൊരു വെർട്ടെക്സിലേക്കാണ് നമ്മൾ എൻഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് വെർട്ടെക്സും ആ 2 വെർട്ടെക്സുകളുടെ ഡിഗ്രി മാത്രമേ ഓട് വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്തായി മാറിയിരിക്കും? ഒരു ഇവൺ നമ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും ആ പാത്ത് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാ വെർട്ടിസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാഫിലൊരു ഓയിലർ ട്രയൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് റിസൾട്ടുകൾ താഴെ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. തിയറം 3.1. Let G be a graph in which the degree of every vertex is at least 2, then G contains a cycle. എന്താ പറയുന്നത്? ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുക, ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളിലും ഡിഗ്രി അറ്റ്ലീസ്റ്റ് 2 ആണെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ ആ ഗ്രാഫിൽ എന്തുണ്ടായിരിക്കും? ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും. പ്രൂഫ് നോക്കാം. ഇഫ് G is not simple then it contains a cycle since any loop is a cycle of length 1 while a pair of parallel edges gives a cycle of length 2. We now suppose that G is simple. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് G സിമ്പിൾ അല്ല എന്ന് വിചാരിക്കാം.
സിമ്പിൾ അല്ല എങ്കിൽ അതിനർത്ഥം ആ ഗ്രാഫിലൊരു ലൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ലൂപ്പ് എന്ന് പറയുന്നത് ഒരു 1 സൈക്കിളാണ്. സോ ആ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ട്. ഇനി പാരലൽ എഡ്ജസ് ആണെങ്കിൽ ആ പാരലൽ എഡ്ജസ് എന്ത് ഫോം ചെയ്യും? ഒരു 2 സൈക്കിൾ ഫോം ചെയ്യും. സോ നമുക്ക് എന്ത് പറയും? ഗ്രാഫ് ജിയിൽ ഒരു സൈക്കിൾ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ സിമ്പിൾ അല്ലാത്തതിൻ്റെ കേസ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ എന്നുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഗ്രാഫ് എന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ്. അതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഞാൻ ചൂസ് ചെയ്യണം. ആ വെർട്ടെക്സ് ഞാൻ V0 എന്ന് വിളിക്കുകയാണ്. ഈ V0ൻ്റെ ഡിഗ്രി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അറ്റ്ലീസ്റ്റ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഗ്രി ഓഫ് V0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ V0 എൻഡ് വെർട്ടെക്സ് ആയി വരുന്ന 2 അതിൽ കൂടുതലോ എഡ്ജസ് ആ ഗ്രാഫിൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ എഡ്ജിൻ്റെ ഒരു എൻഡ് വെർട്ടെക്സ് V0ഉം മറ്റ് എൻഡ് വെർട്ടെക്സ് V1 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ V1 നോക്കാം. V1ൻ്റെ ഡിഗ്രി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് വേറൊരു എഡ്ജ് അവിടെ ഉണ്ടായിരിക്കും. E2 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. ആ E2 എന്ന് പറയുന്ന എഡ്ജിൻ്റെ ഒരു എൻഡ് വെർട്ടെക്സ് V2, അടുത്ത എൻഡ് വെർട്ടെക്സ് V3 ആണ്. ഈ V3 എന്തിനോട് ഈക്വൽ അല്ല? V0നോട് ഈക്വൽ അല്ല. അങ്ങനെ നമ്മളിങ്ങനെ ഈ പ്രോസസ്സ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയെങ്കിൽ I+1th സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എഡ്ജ് EI ഉണ്ടായിരിക്കും. ആ എഡ്ജിൻ്റെ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ I+1 എന്നാണ് അവിടെ വേണ്ടത്. ഈ I+1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസ് ഏതായിരിക്കും? VIയും VI+1 ആയിരിക്കും. ദെൻ VI+1 എന്ന് പറയുന്നത് അവിടെയും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. V1+1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ VI+1 എന്നാക്കണം. VI+1 എന്ന് പറയുന്നത് VI-1നോട് എന്തല്ല? ഈക്വൽ അല്ല. അതായത് നമ്മൾ ആ പാത്തിൽ ഓരോ വെർട്ടെക്സ് എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഫിഗർ 3.4. Since G has only finitely many vertices, we must eventually choose a vertex which has been chosen before. If Vk is the first such vertex, then the walk between the first two occurrence of Vk is a cycle. Since the internal vertices of this walk are distinct and also different from Vk, as Vk is the first vertex to be repeated. ഇത്രേ പറയുന്നുള്ളൂ. നമ്മളൊക്കെ അറിയാം, നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രാഫ് സിമ്പിളാണ്. ആ ഗ്രാഫിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടെക്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതുവരെ എടുത്ത വെർട്ടെക്സിൽ നിന്ന് വേറൊരു വെർട്ടെക്സ്, അതായത് ഒരു വെർട്ടെക്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കും. കാരണം ഫൈനൈറ്റ് ഉള്ളൂ. സോ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ മുന്നേ യൂസ് ചെയ്ത ഒരു വെർട്ടെക്സ് അവിടെ എടുക്കണം. അങ്ങനെ നമുക്ക് ഒരുപാട് വെർട്ടെക്സ് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്ന വെർട്ടെക്സിൽ ആദ്യം നമ്മൾ എടുത്തൊരു വെർട്ടെക്സ് ഉണ്ടായിരിക്കില്ല. ആ വെർട്ടെക്സ് ആണ് Vk എന്ന് പറയുന്നത്. Vk കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വെർട്ടെക്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നോക്കാം, ഈ റിപ്പീറ്റ് ചെയ്ത വെർട്ടെക്സിലെ ഫസ്റ്റ് വെർട്ടെക്സ് ആണ് Vk എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ Vk മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരിടത്ത്. അവിടെ തൊട്ടുള്ള പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പാത്താണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സൈക്കിൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നോക്കാം, നിങ്ങൾ ആ ഫിഗർ 3.5 നോക്കാം. V0 V1 നമ്മൾ ആ ഒരു പാത്ത്, ആ ഒരു എഡ്ജ് കൺസിഡർ ചെയ്തു. ദെൻ V1 വെച്ച് V2 ഉണ്ടാക്കി. ദെൻ V2 V3 അങ്ങനെ പോയി നമുക്ക് Vk-1 Vk കിട്ടി. ദെൻ Vk+1 Vk+2 എക്സെട്ര അങ്ങനെ പോയിട്ട് നമുക്ക് എവിടെ വരെ എത്തി? Vk+S+1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തി നമ്മൾ. ഇനി നമുക്ക് അടുത്തൊരു എഡ്ജ് Vk+1 എന്ന് പറയുന്നത് Vk+S ആയിട്ട് ഇൻസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു വെർട്ടെക്സ് എന്ന് പറയുന്നത് Vk ആണ്. സോ നമ്മൾ Vk എന്ന് പറയുന്ന വെർട്ടെക്സ് ഒന്നും കൂടെ ചൂസ് ചെയ്യാണ്. അപ്പോൾ നോക്കാം, Vk+1 Vk+2 എന്ന് പറയുന്ന ഈ ഒരു പാത്ത്, ആ ഒരു പാത്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ടെന്നുള്ള കാര്യം കിട്ടി. അപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ഈ Vk+1 Vk+2 എക്സെട്ര Vk+S Vk+S+1 അവരൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സൈക്കിൾ ആണെങ്കിൽ എന്തായിരുന്നു? അതൊരു ക്ലോസ്ഡ് ട്രയൽ ആയിരിക്കണം. ഇൻറ്റേർണൽ വെർട്ടെക്സ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ Vk+1 ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അവിടെ Vk+1 എന്ന് പറയുന്നത് Vk-1നോട് ഈക്വൽ അല്ല. Vk+2 ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് Vk+2 എന്ന് പറയുന്നത് Vkയോട് ഈക്വൽ അല്ല.
സോ നമ്മുടെ ഓരോ വെർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ വി കെ പ്ലസ് 1, വി കെ പ്ലസ് 2 എക്സെട്ര, വി കെ പ്ലസ് എസ്, വി കെ പ്ലസ് എസ് പ്ലസ് 1, വി കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രാഫും വിത്ത് ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി അറ്റ്ലീസ്റ്റ് 2 ആയിട്ടുള്ള ഏതൊരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ഗ്രാഫിൽ എന്തുണ്ടെന്ന് കിട്ടി, എന്തായാലും ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത തിയറം 3.2. എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് ഓയിലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് ഈവൺ. എന്താ പറയുന്നത്, ഒരു ഗ്രാഫ് ഓയിലർ ആണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിരിക്കും, ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിലും ഡിഗ്രി ഈവൺ നമ്പർ ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ഓയിലർ ഗ്രാഫ് കൂടിയായിരിക്കും. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു കൊഹിൻസ്ബർഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ തിരിച്ചെത്താണെങ്കിൽ അതെന്തായിരിക്കണം, ഒരു ഓയിലർ ടൂർ അവൾ അല്ലെങ്കിൽ ആ ഗ്രാഫ് ഒരു ഓയിലർ ഗ്രാഫ് ആണോ എന്നായിരിക്കും നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ കണ്ടു എല്ലാ വെർട്ടെക്സിലും ഡിഗ്രി എന്തായിട്ടാണ് വരുന്നത്, ഓഡ് നമ്പറായിട്ടാണ് വരുന്നത്. സോ അതിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു ഓയിലർ ടൂർ ഉണ്ടായിരിക്കില്ല. സോ ആ ഗ്രാഫ് എന്താവില്ല, ഒരു ഓയിലർ ഗ്രാഫ് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല, ഇവിടെ വെച്ച് നമ്മുടെ തേർഡ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. സോ ഈ സെക്ഷനിൽ നിങ്ങൾ 2 തിയറമാണ്, നമ്മളിപ്പോൾ ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തൊട്ട് മുകളിൽ ഒരു തിയറമാണ് പഠിച്ചത്. പിന്നെ കുറേ ഡെഫിനേഷനാണ്, ഓയിലർ ടൂർ എന്താണ്, ഓയിലർ ട്രയൽ എന്താണ്, ഒരു ഗ്രാഫ് എപ്പോഴാണ് ഓയിലർ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.